പെന്തക്കുസ്ത സുദിനത്തിൽ പരിശുദ്ധമ്മയും സ്ലിഹന്മാരും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. പറഞ്ഞു, ജെറുസലേം വിട്ട് നിങ്ങൾ പോകരുത്, ആത്മാവിനെ സ്വീകരിക്കുന്നതിന് ജെറുസലേം വിട്ട് നിങ്ങൾ കടന്നു പോകരുതെന്ന് പറഞ്ഞിരുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വരുന്നത്. കൃപ നമ്മിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ. കൃപയുടെ മനുഷ്യനായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുക. ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ ആത്മാവ് നമുക്ക് വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആത്മാവ് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് വീർപ്പുമുട്ടലുകളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ നെടുവീർപ്പുകളും നമ്മുടെ ആ ജീവിതം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയായി പോകുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി ജ്വലിക്കുമെന്നുള്ളതാണ്. ആ കൃപയുള്ള വ്യക്തി ജ്വലിക്കും. എവിടെ പോയാലും അവൻ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. കാരണം പരിശുദ്ധാത്മാവാണ് അവനിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇല്ലാതെ വരുമ്പോൾ എന്തുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നമ്മൾ പിടിച്ചു വലിക്കുന്നവരായിട്ട് മാറും. എല്ലാവരെയും തടഞ്ഞു നിർത്തുന്നവര്, എല്ലാവരെയും മാറ്റി നിർത്തുന്നവര്, ഈ നെഗറ്റീവ്സ് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഉള്ള നന്മകളൊക്കെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ. അതുകൊണ്ട് ആ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ ജെറുസലേമിൽ നിന്ന് ആരും അകന്നു പോകരുത്. പരിശുദ്ധാത്മാവ് അവിടെ കടന്നു വരുമ്പോൾ ശിഷ്യ സമൂഹം മുഴുവൻ ഉണ്ടാകണം. നിങ്ങൾ കടന്നു പോകരുത്. ഇത് തന്നെയാ നമ്മൾ ഓരോരുത്തരും പറയുന്നത്. കൃപയുടെ കൂട്ടായ്മയിൽ, ഈ തിരുസഭയുടെ കൃപയുടെ കൂട്ടായ്മയിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് കർത്താവ് നമ്മൾ വിളിക്കുന്ന ഏറ്റവും വലിയ പാഠം. നമുക്ക് നമ്മുടെ വഴിയിലൂടെ നടക്കാൻ പിശാച് പ്രലോഭനം തരും. ഈ വഴിയിലൂടെ പോകും, ഇതിലൂടെ നടക്കുന്നൊക്കെ പറയും. ആദ്യ മാതാപിതാക്കൾക്ക് ഇത് തന്നെയാണ് നൽകിയത്. ഇത് നല്ല മാമ്പഴമാണെന്ന്. ഈ പഴം നീ കഴിച്ചോ, ദൈവത്തെ പോലെയാകാം. ഇതുപോലെ ഒരു പ്രലോഭനങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകും. കൃപയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് നൽകും. ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഓർക്കുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിക്കാണ് ജീവിതത്തിൽ എവിടെ പോയാലും വിജയിക്കാൻ പറ്റും. അല്ലാത്ത വ്യക്തികൾക്കൊന്നും ഒരു വിജയം ഉണ്ടാകില്ല. അല്ലാത്ത വ്യക്തികൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളൂ. ഈ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പൊങ്ങുതടി പോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു മാത്രമേ ഉള്ളൂ. അവിടെ ജീവിതത്തിൽ വേറെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ ചെയ്തു പോയി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഓർമ്മകളായിട്ട് മാറുന്നു. വിശുദ്ധരൊക്കെ ഇപ്പോഴും ഓർമ്മകളായിട്ട് നിൽക്കുന്നതിന് കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞത്. നമ്മളൊക്കെ കൂടെ ജീവിച്ചു പോകുന്നുണ്ട്. ആത്മാവ് നിറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെയൊക്കെ ഓർമ്മകളായിട്ട് മാറും. കർത്താവിൻ്റെ ഓർമ്മകളായിട്ട് മാറും.